AI നമ്മുടെ ജോലിയെല്ലാം കൊണ്ടുപോവോ, ഇനി ആർക്കും പണി ഇല്ലാണ്ടൊരു സിറ്റുവേഷൻ വരുമോ? ഇത് മിക്കവാറുമുള്ള വീഡിയോകൾക്ക് താഴെ ഞാൻ കാണുന്ന ഒരു കമൻറ്റാണ്. ഈ AI എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് പ്ലേസിനെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് AI എങ്ങനെയാണ് HR മേഖലയെ, അതായത് ഹ്യൂമൻ റിസോഴ്സ് മേഖലയെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നും അതിൽ എന്തൊക്കെ തരത്തിലുള്ള ജോലികളാണ് നമ്മൾ ചെയ്യേണ്ടി വരിക എന്നുള്ളതിനെക്കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അത് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും ബെറ്റർ. ബിക്കോസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ജോലികൾ എന്നുള്ളതാണ്. അപ്പോഴല്ലേ എന്തൊക്കെ രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് വരിക എന്നുള്ളത് നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. ഈ AI വരുമ്പോൾ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും, അതിപ്പോൾ HR എന്ന് മാത്രമല്ല, ഇപ്പോൾ ഫിനാൻസ് ആയിക്കോട്ടെ, ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ചേഞ്ച് വരും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് HR-നെ കുറിച്ചാണ്. HR എന്ന മേഖലയിൽ വളരെ പ്രധാനമായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിക്രൂട്ട്മെൻ്റ് ആണ്. റിക്രൂട്ട്മെൻറ്റ് ഇസ് നോട്ട് എവറിത്തിങ്, പ്ലീസ് ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. കാരണം HR എന്ന് പറയുമ്പോഴത്തേനും അത് ആളുകളെ ജോലിക്കെടുക്കുന്ന പരിപാടി മാത്രമാണ് എന്ന രീതിയിൽ നമ്മുടെ ചിന്ത പോകരുത്. അതിനകത്ത് ഒരുപാട് സബ് കാര്യങ്ങൾ വരാനുണ്ട്. ബട്ട് വൺ മേജർ തിങ് ഇസ് ഡെഫിനറ്റ്ലി റിക്രൂട്ട്മെൻറ്റ്. ഇപ്പോൾ AI വരുമ്പോഴത്തേനും റിക്രൂട്ട്മെൻറ്റ് എങ്ങനെ ബാധിക്കപ്പെടും എന്ന് പറയേണ്ട, അത് ഓൾറെഡി ബാധിക്കപ്പെട്ടു. അതെങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമുക്ക് CV കൊണ്ടുവന്ന് തരണം. അത് പോസ്റ്റിലൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊന്നും നിങ്ങൾക്ക് ഇപ്പം ഒരു പക്ഷേ ചിന്തിക്കാൻ പോലും പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ പോസ്റ്റുകളിലൂടെ ഇത് വരിക. അപ്പോൾ വരുന്ന CV-നെ തുറന്ന് നോക്കിയിട്ട് അത് പ്രോപ്പറാണോ എന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ കുറച്ച് നല്ല CV-കൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീണ്ടും അവർക്ക് തിരിച്ചൊരു കത്തയക്കുക, എന്നിട്ട് ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുക. ഇങ്ങനെ ഒരു പ്രോസസ്സ് നടന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മാറിയിട്ട് അതെന്തായി, ഇമെയിൽ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വന്നു. ഇമെയിൽ അയക്കുന്നു, ഇമെയിലിൽ നിന്ന് നമ്മൾ CVs ഡൗൺലോഡ് ചെയ്യുന്നു. അതിനെല്ലാം തുറന്ന് നോക്കിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഏതൊക്കെ CV-കളാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നു. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് മെയിലിൽ അവർക്കൊരു റിപ്ലൈ കൊടുക്കണം. ഈ ഒരു രീതിയിൽ പ്രോസസ്സ് പോയി. പിന്നീട് അതെന്തായി, ഇപ്പോൾ ഈ നൗക്കറി, മോൺസ്റ്റർ, ഇങ്ങനെ ഒരുപാട് സൈറ്റുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇത്തരത്തിലുള്ള സൈറ്റുകളിൽ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ അവിടെ നമ്മുടെ CV കിടപ്പുണ്ട്. അപ്പോൾ ഈ CV-യിൽ നിന്ന് തന്നെ നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് CVs-നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തി. ഷോർട്ട് ലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് തരത്തിലുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളെയാണോ നോക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ആ ഫിൽറ്ററിൽ കീവേഡ്സ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവരിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് വരും. അതിനെ നോക്കിയിട്ട് അപ്പോൾ കുറേ പേര്, ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, എന്തെങ്കിലും ഒരു CV-നെ നമ്മൾ കോൾ ഫോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു തൊഴിൽ മേഖലയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ പോലും കയറിയിട്ട് CV ഫോർവേഡ് ചെയ്ത് കളയും. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ തുറന്നു നോക്കുക എന്ന് പറയുന്നത് മെനക്കെട്ട പരിപാടിയാണ്. ബട്ട് ഈ പറയുന്ന സൈറ്റുകളിലൊക്കെ കീവേഡ്സ് വെച്ച് ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ആ കീവേഡുകൾ ഉൾപ്പെട്ട CV-കൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് പിന്നീട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലേക്ക് വന്നു. അപ്പോൾ ഇവിടെയൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലേ ഈ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അത് റിക്രൂട്ട്മെൻറ്റ് എന്ന മേഖലയെ ബാധിച്ചില്ലേ എന്ന് വെച്ചിട്ട് അവിടെ മനുഷ്യർ തീരെ അങ്ങോട്ട് ഇല്ലാണ്ടായോ? ഒരിക്കലുമില്ല. പക്ഷേ ഈ ഹോൾ ഒരു ജോബ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഏത് മേഖല നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾ AI-നെ പേടിക്കുവല്ല വേണ്ടത്. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, AI ഇല്ലാണ്ട് ഇനി ഒരു സാധനവും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ അതിനൊരു കൂട്ടുകാരനെ പോലെ കൂടെ അങ്ങോട്ട് കൂട്ടുക, എന്നിട്ട് അതിനെ ഏറ്റവും നന്നായി ഉപയോഗിച്ച് നമ്മുടെ തൊഴിൽ മേഖലയെ എങ്ങനെ മെച്ചപ്പെട്ടതാക്കാം എന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ലോകം എങ്ങനെ മാറുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മളെ കൊണ്ടൊന്നും ആവില്ല, ഇനി ഒരു കാലത്ത് മനുഷ്യന്മാർക്കൊന്നും യാതൊരു പണി ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ വിഷമിച്ച് മാറി ഇങ്ങനെ ഡെസ്പടിച്ചിട്ട് അങ്ങനെ ഇരിക്കുവല്ല വേണ്ടത്. ഇതിനോടൊപ്പം നമുക്ക് വളർന്നു വരാൻ സാധിക്കണം. അപ്പോൾ ഈ HR-ൻ്റെ മേഖല നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഏരിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ മേഖല. അതിലെങ്ങനെയാണ് മാറ്റം വന്നതെന്നുള്ളത് മനസ്സിലായോ? അപ്പോൾ ഏത് മേഖലകളിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും. പ്രത്യേകിച്ച് നമ്മൾ മനുഷ്യർ ചേർന്ന് വർക്ക് ചെയ്യുന്ന ആ ഏരിയയിലാണല്ലോ AI കയറി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഇവോൾവ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്ന് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഇതിനെല്ലാം എഫക്റ്റീവായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമേ കയറിയിട്ട് തന്നെ എങ്ങനെയാണ് AI ഉപയോഗിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് എന്ന്
നമ്മൾ പഠിക്കുന്നതിന് പകരം ഞാൻ പറയും ആദ്യം ഒരു നോർമൽ രീതിയിൽ ഷോർട്ട് ലിസ്റ്റിംഗ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്ത് ജോബിന് എന്ത് കീവേഡുള്ള സാധനത്തിന് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം, എന്തായിരിക്കും ഒരു എംപ്ലോയർ ആവശ്യപ്പെടുന്ന സ്കിൽ സെറ്റുകൾ, അതിൻ്റെ മോഡേൺ ജനറേഷൻ കീവേഡ്സ് എന്താണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞാലല്ലേ AI പോലും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇപ്പോൾ MBA ക്ലാസ്സുകളിലും മറ്റും നമ്മൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഒരു പക്ഷേ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒന്ന് എന്ന് പറയുന്നത് അണ്ടർ ഗ്രാജുവേഷൻ കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷനിൽ MBA എടുത്ത് അതിൽ HR സ്പെഷ്യലൈസ് ചെയ്തിട്ട് HR മേഖലയിലേക്ക് കയറുന്ന ആൾക്കാരുണ്ട്. പിന്നെ ജൂനിയർ പൊസിഷനുകളിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് ഏത് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും HR ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് എടുത്തിട്ട് അതുവഴി ഈ മേഖലയിലേക്ക് കയറുകയും പിന്നീട് അവിടെ ഇരുന്നു കൊണ്ട് ഫർദർ സർട്ടിഫിക്കേഷൻസ് എടുത്ത് മുകളിലേക്ക് വളർന്നു പോകുക, അങ്ങനെയും ഒരു ഓപ്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ബേസിക്കലായിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് തിയറിറ്റിക്കലായിട്ട് മാത്രം പഠിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. വളരെ പ്രാക്ടിക്കൽ ഓറിയൻറ്റേഷനോടുകൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നന്നായി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാലിബ്രിയിലും സ്ട്രീസ് അക്കാഡമിയിലും ഒക്കെ നമ്മൾ HR കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ പ്രാക്ടിക്കൽ ഓറിയൻറ്റേഷന് പ്രാധാന്യം കൊടുക്കുന്നത്. ഏത് മേഖലയിലും HR ആവശ്യമുണ്ട്. അതിപ്പം ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ മേഖല ആയിക്കോട്ടെ, ടൂറിസം ആയിക്കോട്ടെ, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, യു നെയിം ദ ഇൻഡസ്ട്രി, വി നീഡ് എ HR. പക്ഷേ ഈ പറയുന്ന HR ആവശ്യമുള്ള സ്കിൽ സെറ്റുകൾ ആ വ്യക്തിക്കുണ്ടോ എന്ന് ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് എംപ്ലോയർ ചെക്ക് ചെയ്യും. അപ്പോൾ ഇത് കുറേ തിയറി പഠിച്ചുകൊണ്ട് ചെന്നാൽ മാത്രം നമുക്ക് ഈ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. ഇത് പ്രാക്ടിക്കലി ഹാൻഡിൽ ചെയ്ത എക്സ്പീരിയൻസ് നമുക്ക് വേണം. ആ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പോഷർ ഒന്നുകിൽ നിങ്ങളുടെ കോളേജ് പഠനകാലത്ത് നിങ്ങളുടെ കോളേജിൽ നിന്ന് സ്വായത്തമാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അഥവാ അത് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് നല്ലൊരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ആ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിൽ പ്രാക്ടിക്കലായി കാര്യങ്ങൾ എത്ര നന്നായി പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇപ്പം ഞങ്ങൾ നടത്തുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മിഡ് ലെവൽ അല്ലെങ്കിൽ ഹൈ ലെവൽ പ്രൊഫഷണലിനുള്ളതല്ല. അതൊരു ഫ്രഷറിനും ജൂനിയർ ലെവൽ പ്രൊഫഷണലിനും ഉള്ളതാണ്. മിഡ് ലെവലും ഹൈ ലെവലും അവർ അറ്റൻഡ് ചെയ്യേണ്ടുന്ന സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഡിഫറെൻ്റ് ആണ്. പക്ഷേ നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ ചാടിക്കയറി ആ ലെവലിലുള്ള സർട്ടിഫിക്കേഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത്. കാരണം ബേസ് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ദുബായിൽ നടത്തുന്ന പ്രോഗ്രാമിൽ മിഡ് ലെവലും ഹൈ ലെവലും ഒക്കെ ഉണ്ട്. പക്ഷേ അതിലോട്ടൊന്നും ഒരു മിനിമൽ സാധനങ്ങൾ അറിയാത്ത ഒരാൾക്ക് എൻട്രി ചെയ്യാൻ പോലും പറ്റില്ല. കാരണം താഴെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാലല്ലേ മുകളിലോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം ആ ബേസ് സാധനത്തിനെ സെറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചിന്തിക്കുക. അതാണ് ഏറ്റവും ആവശ്യം. ഇനി നമുക്ക് ഒരു ഇത് ഞാൻ റിക്രൂട്ട്മെൻറ്റിൻ്റെ മേഖല പറഞ്ഞു. ഇനി വേറൊരു മേഖല ഞാൻ പറഞ്ഞുതരാം, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതും ഒരു ഇമ്പോർട്ടൻറ്റ് മേഖലയാണ് HR അണ്ടറിൽ വരുന്നത്. ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് അതിനെ പറയുക. സോ വാട്ട് എവർ ഇറ്റ് ഇസ്, ഒരാളെ നമ്മൾ ഓൺ ബോർഡ് എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് എന്നത്തെ കാലത്തും ആ സ്കിൽ സെറ്റ് മാത്രം മതി. അയാൾ അങ്ങനെ ഇരുന്നിട്ട് അയാൾക്ക് തോന്നുന്ന രീതിയിൽ പഠിച്ച് എന്തെങ്കിലും ഒരു കാലത്ത് നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? അയാൾ നമുക്ക് വേണ്ടി ജോലി ചെയ്യാണ്. അപ്പോൾ അയാളുടെ സ്കിൽ സെറ്റ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിക്കല്ലേ അതുകൊണ്ട് ഗുണം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഏത് HR ഡിപ്പാർട്ട്മെൻറ്റിനകത്തും ഒരു ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ഉണ്ടാവും. ഇവരെന്താണ് ചെയ്യുക? എന്താണ് ഇപ്പോൾ ആ എംപ്ലോയിലുള്ള സ്കിൽ സെറ്റ്, ആ സ്കിൽ സെറ്റിനെ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാൻ പറ്റും, ഇതിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങുകൾ നടത്തും. ഈ ട്രെയിനിങ്ങുകൾ പല തരത്തിൽ നടക്കാറുണ്ട് കേട്ടോ. ഒന്നെന്ന് പറയുന്നത് HR ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ തന്നെ ഈ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യും. രണ്ടാമത്തെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി കമ്പനിയെ ഇത് ഏൽപ്പിക്കും. ഇങ്ങനെ പലതരത്തിൽ. ഇനി വാട്ട് എവർ ഇറ്റ് ഇസ്, ഇതൊരു തേർഡ് പാർട്ടി കമ്പനിയെ ഏൽപ്പിച്ചാലും എന്താണ് ട്രെയിനിങ് ഗ്യാപ്പ് എന്നുള്ളത് നമ്മളവർക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. ആ ഗ്യാപ്പ് എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ അതിനനുസരിച്ചൊരു മോഡ്യൂൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ദുബായിലുള്ള എൻ്റെ കാലിബ്രി എന്ന് പറയുന്ന കമ്പനി കോർപ്പറേറ്റ് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്ന ഒരു കമ്പനി കൂടെയാണ്. അപ്പോൾ ഒരു കമ്പനി നമ്മുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളുടെ എംപ്ലോയീസിനൊരു ട്രെയിനിങ് വേണം എന്ന് പറയുമ്പോൾ ചുമ്മാ എന്നാൽ പിന്നെ ഒരെണ്ണം അങ്ങോട്ട് സെറ്റ് ചെയ്ത് കളയാം, ഇങ്ങനെയല്ല. ആദ്യം നമ്മുടെ ആൾക്കാർ അവിടെ ചെന്നിട്ട് അന്വേഷിക്കും എന്താണ് അവിടുത്തെ ഗ്യാപ്പ്, എന്ത് പ്രോബ്ലമാണ് അവർ ഫേസ് ചെയ്യുന്നത്, എന്തൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇതിനെ നമ്മൾ TNA എന്ന് പറയും, ട്രെയിനിങ് നീഡ് അനാലിസിസ്. അത് തന്നെ ഒരു പ്രൊസീജിയറാണ്.
ഈ TNA നടത്തി കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് ട്രെയിനിങ് മൊഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനത്തെ ഒരു കാര്യത്തിന് മാത്രം എന്തെല്ലാം അതിനകത്തൊരു നമ്മുടെ ടെക്നിക്കൽ സ്റ്റെപ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ സ്റ്റെപ്സൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണ്ടേ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഇൻറ്റേൺഷിപ്പ് ഒക്കെ കണ്ടക്ട് ചെയ്യില്ലേ, ആ സമയത്ത് ഇത്തരം കാര്യങ്ങൾ ഒരു പ്രോമിനൻസോടുകൂടി പറഞ്ഞു കൊടുക്കാറുണ്ട്. എങ്ങനെയാണ് ഒരു TNA കണ്ടക്ട് ചെയ്യേണ്ടത്. നാളെ ഒരു കമ്പനിയിൽ നിങ്ങൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള ടെക്നിക്കൽ ടേമുകൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റണം. അപ്പോൾ ഇത് വെറുതെ കേൾക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ, അതായത് ആ ഡെഫിനേഷൻ അങ്ങ് പറയാൻ പറ്റും. അതുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ ആ സ്റ്റഫ് ഉണ്ട് എന്ന് നിങ്ങളുടെ എംപ്ലോയർക്ക് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കണം. ഇത്തരം എക്സ്പ്ലനേഷനുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? നിങ്ങൾ ഹാൻഡ്സ് ഓൺ ആയിട്ട് ഈ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലാണ്. അങ്ങനെ ഹാൻഡ്സ് ഓൺ ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇൻറ്റേൺഷിപ്പ് ചെയ്ത എക്സ്പീരിയൻസ് എങ്കിലും നിങ്ങൾക്ക് വേണം. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ശ്രീസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇൻറ്റേൺഷിപ്പ് മാത്രമായിട്ട് ചെയ്യാൻ പറ്റും. ഇൻറ്റേൺഷിപ്പിനകത്ത് നിങ്ങൾക്ക് ഒരു 2 month ഇൻറ്റേൺഷിപ്പിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇൻറ്റേൺഷിപ്പിൽ നേരെ കയറി അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ള HR കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട് എന്ന് ബോധ്യമായാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പിനുള്ള പെർമിഷൻ ലഭിക്കുക. അപ്പോൾ ആ ഇൻറ്റേൺഷിപ്പ് നിങ്ങൾ ഒരു 2 months അറ്റൻഡ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് എന്ത് ലഭിക്കും? ഒരു കുറച്ചും കൂടി ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ ലഭിക്കും. അപ്പോൾ നിങ്ങൾ തിയററ്റിക്കലായിട്ട് കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്, അറിയാം, പക്ഷേ ഇന്ന് വരെ അത് പ്രായോഗികമായി ചെയ്തിട്ടില്ല എന്ന പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത് എങ്കിലും ഇതുപോലുള്ള ഇൻറ്റേൺഷിപ്പുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട്, ഇൻറ്റേൺഷിപ്പ് മാത്രം, അതായത് ട്രെയിനിങ് നോർമലി എങ്ങനെ ഉണ്ടാവുക? ട്രെയിനിങ് പിന്നെ ഇൻറ്റേൺഷിപ്പ്. ഇനി ഇതിനകത്ത് ചില ആൾക്കാർ ട്രെയിനിങ് മാത്രം എടുക്കും, ചിലർ രണ്ടും എടുക്കും. ചില ആൾക്കാർ പറയും ഓക്കെ ഞങ്ങൾക്ക് ട്രെയിനിങ് വേണ്ട, വി നീഡ് ഓൺലി ഇൻറ്റേൺഷിപ്പ്. ഇൻറ്റേൺഷിപ്പിനുള്ള പേയ്മെൻറ്റ് മാത്രം ചെയ്തുകൊണ്ട് അവർ ഇൻറ്റേൺഷിപ്പിൽ ജോയിൻ ചെയ്യും. പക്ഷേ ഇൻറ്റേൺഷിപ്പിന് മാത്രം ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ കമ്പനികളും ഇൻറ്റേൺഷിപ്പിന് മാത്രമായിട്ട് ആൾക്കാരെ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് അവർക്ക് ആ ഇൻറ്റേൺഷിപ്പിലേക്ക് ഇറങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ നോക്കിയിട്ട് വേണം എടുക്കാൻ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് കുറേ പൈസ ഇങ്ങോട്ട് വാങ്ങിക്കാമെന്നല്ലാതെ ആ ആളുകൾക്ക് ഒരു പ്രയോജനം അതുകൊണ്ട് കിട്ടാൻ പോകണില്ല. സോ കറക്റ്റായിട്ട് ആ ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ കൂടി അവർക്ക് കിട്ടിപ്പോവും. അപ്പോൾ ഈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ്ങിനകത്ത് വന്ന AI കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് VR, അതായത് വെർച്വൽ റിയാലിറ്റി. വെർച്വൽ റിയാലിറ്റി ഏതിലേക്ക് കയറി വന്നു? ട്രെയിനിങ്ങിലേക്ക് കയറി വന്നു. Hello. Greetings. Hey, how you doing? Hi, I hope you're doing well today. ആദ്യകാലത്ത് ട്രെയിനിങ് നടത്തുമ്പം നമ്മൾ ഈ ചാർട്ടുകളിലും മറ്റും, എനിക്ക് ഓർമ്മയുണ്ട് കരിയർ തുടങ്ങിയ കാലത്ത് ചാർട്ടിലൊക്കെ നമ്മൾ വരച്ചിട്ട് ആ ചാർട്ടുകൾ ഉപയോഗിച്ചാണ് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആ ചാർട്ട് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനായിട്ട് മാറി. ഇപ്പോൾ ഇത് എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഗെയിമിഫിക്കേഷൻ ട്രെയിനിങ്ങുകളായിട്ട് മാറിയിട്ടുണ്ട്. വെർച്വൽ റിയാലിറ്റി കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു മാറ്റം അതാണ്. ഈ ഗെയിമിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഗെയിമിലൂടെയാണ് ഓരോരുത്തരും ട്രെയിൻ ചെയ്യപ്പെടുന്നത്. അതിന് നമ്മളെപ്പോലെ ഒരാളെ ചെന്ന് നിന്ന് ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട അല്ലെങ്കിൽ ഒരു മൊഡ്യൂളോ PPTയിലോ ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താണോ നമ്മൾ TNAയിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോബ്ലം, ആ പ്രോബ്ലത്തിനെ വെച്ച് നമ്മളൊരു സ്റ്റോറി പോലെ ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്യും. ആ ഗെയിമിലെ ഓരോ സ്റ്റെപ്പിലൂടെ ഈ പറയുന്ന ആൾക്കാർ കടന്നു പോകുമ്പോൾ അവർ ഓരോ കാര്യങ്ങൾ പഠിക്കും. അതിനനുസരിച്ചിട്ടാണ് ഗെയിം ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും അങ്ങനെയാണെങ്കിൽ ഒരു ഗെയിം ഉണ്ടാക്കി വെച്ചിട്ട് എല്ലായിടത്തും അതങ്ങ് അപ്ലൈ ചെയ്താൽ പോരെ എന്ന് ഒരിക്കലും പറ്റില്ല. ഇൻഡസ്ട്രി വൈസ് അത് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഗെയിമിഫിക്കേഷൻ മോഡിലുള്ള ട്രെയിനിങ്ങിലേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല കോസ്റ്റ്ലി അഫെയർ ആണ്. കാരണം ഇത്രയും സാധനങ്ങൾ ചെയ്തെടുക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് പൈസ ചിലവാക്കണം. ഇപ്പോൾ പല കമ്പനികളും ഇൻഡക്ഷൻ പോലുള്ള പരിപാടികളിൽ, ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എംപ്ലോയി ഓൺ ബോർഡ് എടുക്കുമ്പോഴത്തേനും നമ്മൾ ആ എംപ്ലോയി എത്രമാത്രം നമ്മുടെ കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കണോ അത്രയും ട്രെയിനിങ്ങുകൾ നമ്മൾ ആ ഇൻഡക്ഷൻ ടൈമിൽ കൊടുക്കേണ്ടി വരും. ഇതാണ് നിങ്ങളുടെ കമ്പനി, ഇതാണ് വിഷൻ, ഇതാണ് മിഷൻ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതൊക്കെ ജനറൽ ട്രെയിനിങ്ങുകളാണ്. അപ്പോൾ ഒരുപാട് സ്റ്റാഫുകളുള്ള കമ്പനികളിൽ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ ഗെയിമിഫിക്കേഷൻ മോഡിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ ഈസിയാണ്. കാരണം അവരുടെ ടൈമും സ്പെൻഡ് ആവത്തില്ല. ഔട്ട് ഓഫ് ഓഫീസ് അവേഴ്സും വേണമെങ്കിൽ നമുക്ക് പറയാം നിങ്ങൾക്ക് 30 days ടൈമുണ്ട്, വിത്തിൻ 30 days ടൈം യു ഷുഡ് കംപ്ലീറ്റ് ദാറ്റ് മോഡ്യൂൾ. അപ്പോൾ എല്ലാ മോഡ്യൂളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമായിരിക്കും അതിൽ ഓക്കെ കംപ്ലീറ്റഡ് എന്നുള്ള ടിക്ക് വരാൻ പോകുന്നത്. മേ ബി അതിനകത്തൊരു 10-20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോഴാണ് നിങ്ങളുടെ എംപ്ലോയറിന് മനസ്സിലാവും ഓക്കെ ദിസ് പേഴ്സൺ ഹസ് കംപ്ലീറ്റഡ് ദ ട്രെയിനിങ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യിച്ചെടുക്കണമെങ്കിൽ ആദ്യം ആ ഇൻഡസ്ട്രി എന്താണെന്ന് മനസ്സിലാവണം, ആ ഇൻഡസ്ട്രിയിലെ ആളുകളുടെ ഗ്യാപ്പ് മനസ്സിലാവണം. അല്ലെങ്കിൽ ഇൻഡക്ഷൻ ആണ് എങ്കിൽ എന്താണ് ആ കമ്പനി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടാണ് ഈ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ ഈ ഗെയിമിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ആളുകളോട് അവർ ഈ പറയുന്ന ഇതിനെ
ഒരു എന്താ പറയുക സിസ്റ്റത്തിലേക്ക് ആക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. അല്ലാതെ അവർക്ക് ഇത് ഈ രീതിയിലാണ് ഈ കഥ പോകേണ്ടത് അല്ലെങ്കിൽ ഈ രീതിയിലാണ് ഈ ഗെയിം പോകേണ്ടത് എന്ന് ചിന്തിക്കാൻ അവർക്ക് ആയിക്കൊള്ളണമെന്നില്ല. അവിടെ നമ്മളാണ് റോൾ പ്ലേ ചെയ്യേണ്ടി വരിക. അപ്പോൾ നമ്മുടെ HR ഡിപ്പാർട്ട്മെൻറ്റിൽ ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പണ്ട് കാലത്ത് എങ്ങനെയാണോ ഒരു TNA കണ്ടക്ട് ചെയ്ത് ഒരു ട്രെയിനിങ് മൊഡ്യൂൾ ഉണ്ടാക്കി അതിന് ട്രെയിനിങ് കൊടുത്ത് പിന്നെ ഫീഡ്ബാക്ക് എടുത്ത് അത് എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് ചെക്ക് ചെയ്ത് ഈ ഒരു മോഡിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്, അവരുടെ റോൾ ഇവോൾവ് ചെയ്ത് എന്തവസ്ഥയിലേക്ക് മാറി? ഇത് ഒരു TNA കണ്ടക്ട് ചെയ്ത് എന്താണ് പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുശേഷം AI-യിൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ടീമുമായിട്ടിരുന്ന് ഇതിനെ ഒരു ഗെയിമിഫൈഡ് മോഡിലേക്ക് കൊണ്ടുപോയി അതിനൊരു മൊഡ്യൂളാക്കി മാറ്റുന്ന അവസ്ഥയിലേക്ക് വന്നു. നോക്കൂ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന്. ഞാൻ ആകെ 2 മേഖലകളെക്കുറിച്ചാണ് ഈ സംസാരിച്ചത്. ഒന്ന് HR-നകത്ത് റിക്രൂട്ട്മെൻറ്റിൽ വന്ന ചില മാറ്റങ്ങൾ, 2 ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റിൽ വന്ന മാറ്റങ്ങൾ. ഇത്രയൊന്നും അല്ല കേട്ടോ, ഒരുപാട് HR ട്രെൻഡുകൾ മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുള്ള നിങ്ങളെ എക്സൈറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പുതിയ HR ട്രെൻഡുകളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോനെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ട്രെൻഡുകൾ ബാക്കിയുള്ളവർക്കും കൂടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് അത് ഉപകരിക്കും. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടും കണ്ടും മനസ്സിലാക്കി അറിവ് വർദ്ധിപ്പിക്കണം. സോ ദാറ്റ് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ പൊലിയായിരിക്കും. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.